നമസ്കാരം. ആകെ പണി പാളിയല്ലോ. പിണറായി വിജയനെ ഡൽഹിയിൽ തടയും എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ദേശീയ സെക്രട്ടറി ഇപ്പോൾ കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ ഡൽഹിയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ അയാളെ തടയും എന്നാണ്. അവിടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അത്ര മോശക്കാരല്ല. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവിടെ ഒന്ന് കൈചൊടിച്ചാൽ വളഞ്ഞുകൂടുന്ന ഒരു നല്ല കൂട്ടം പ്രവർത്തകർ ഡൽഹിയിലുണ്ട്. അവർ നമ്മൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെക്കാളും അല്പം മൂച്ചു കൂടിയവരുമാണ്, നമുക്കറിയാം. കാരണം മോദിയുടെ പോലീസിന് നേരെ കയർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ഹിന്ദി മേഖലയിൽ ഉള്ള പ്രവർത്തകരാണ് കൂടുതലും അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ളത്. കുറച്ച് മലയാളികൾ ഈ കൂട്ടത്തിലുണ്ടാകാം. എന്തായാലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെക്കാൾ അല്പം മൂച്ചു കൂടിയവരാണ് ഈ ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസ്സുകാർ. പിണറായി വിജയൻ കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്കെതിരെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ അന്യായമായി ജയിൽ അടച്ചതിനെതിരെ അതിൻ്റെ പ്രതിഷേധം ചിലപ്പോൾ ഡൽഹിയിൽ പിണറായിക്ക് കാണേണ്ടി വരും എന്നാണ് ഇപ്പോൾ അതിൻ്റെ ദേശീയ സെക്രട്ടറി സി ബി പുഷ്പലത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. പിണറായി വിജയന് ഡൽഹിയിൽ പോകാൻ അല്പം ഭയമായിരിക്കും. ഇനി പിണറായി വിജയൻ ഡൽഹിയിൽ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും പ്രത്യേക പോലീസ് സേനയെ കൂടി കൊണ്ടുപോകുമോ, അതോ കേരളത്തിൽ നിന്നും പ്രത്യേക പാർട്ടി സേനയെ കൂടി? കാരണം നമ്മുടെ യാത്രക്കിടയിൽ അടിച്ചൊതുക്കൽ നവയാത്ര ഉണ്ടല്ലോ, നവകേരള യാത്ര, അതിലുണ്ടായിരുന്ന ഒരു സേനയുണ്ടല്ലോ, DYFIയുടെ സേന. ആ സേനയെ കൂടി ഇനി ഡൽഹിയിൽ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകുമോ? അങ്ങനെ കൊണ്ടുപോയാൽ ആ സേനയെ കൊണ്ട് ഈ ഡൽഹിയിലെ ഹിന്ദി സംസാരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവൻ ഒതുക്കാൻ കഴിയുമോ? അതല്ല, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ക്രമസമാധാന നിലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന MR അജിത് കുമാറിനെ അദ്ദേഹം ഡൽഹിയിൽ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുമോ? അങ്ങനെ MR അജിത് കുമാറിന്റെ കൂടെ കുറെ പോലീസുകാരെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ഈ ഒരു പ്രസ്താവനയിൽ നിന്നും എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിൽ എനിക്കുണ്ടായത്. അതല്ല, ഇനി സ്ഥിരമായിട്ട് MR അജിത് കുമാറിനെ ഡൽഹിയിൽ പോസ്റ്റ് കൊടുത്ത് അവിടെ നിർത്തുമോ? പ്രത്യേക പദവി കൊടുത്ത് അവിടെ നിർത്തുമോ? ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ എതിർക്കുമെന്ന്, അത് പിണറായി വിജയനെ ഞങ്ങൾ ഡൽഹിയിൽ എതിർക്കുമെന്ന് പറയുമ്പോൾ കേരളം, അതല്ലെങ്കിൽ പിണറായി വിജയനും കേരള പോലീസിനും അല്പം അങ്കലാപ്പുണ്ടാകും. സ്വാഭാവികമായിട്ടും അധികാരം കേരളത്തിൽ മാത്രം ഇങ്ങനെ വിലസി കേരളത്തിൽ എല്ലാവരെയും അടിച്ചൊതുക്കാനും അടിച്ചു തകർക്കാനും അവരെ എതിർക്കുന്നവർക്കെതിരെ എതിർഭാഷ ഉപയോഗിക്കുന്നവരെ ഏത് വിധേനയും അർദ്ധരാത്രി അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വച്ചിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും യാതൊരു ഉളുപ്പും തോന്നാത്ത ഒരു സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന യാതൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ സ്വന്തം പാർട്ടിക്കാർ ചെടിച്ചട്ടി കൊണ്ട് തലയിലടിച്ച് തകർക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു വലിയ സാഹിത്യകാരൻ, കേരളം ലോകം ആരാധിക്കുന്ന ഒരു സാഹിത്യകാരൻ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ അത് കേട്ട് മിണ്ടാതെ തലകുഞ്ഞിരിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ഭരണാധികാരി. ഈ ഭരണാധികാരിക്ക് ഡൽഹിയിൽ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഡൽഹിയിൽ അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ പ്രസ്താവിച്ചത് വെറും ഒരു പ്രസ്താവന. ഇങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ ദേശീയ സെക്രട്ടറി ഈ CB പുഷ്പലത അങ്ങ് വെറുതെ പറഞ്ഞതാണോ എങ്കിൽ കാരമില്ല, അതങ്ങ് വെറുതെ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തീർത്താണ്. അതല്ല, അവർ കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ ഡൽഹിയിൽ പോകുമ്പോൾ പിണറായി വിജയന് അല്പം അങ്കലാപ്പുണ്ടാകും, അല്പം ഭയമുണ്ടാകണം. അദ്ദേഹം ഈ ഊരിപ്പിടിച്ച എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ തോക്കുകൾക്കിടയിൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം വൻ ഭയം ഉള്ള ആളാണെന്നും വെറും പേടി തൊണ്ടനാണെന്നതും പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ശരിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തടയും എന്ന് പറയുന്നത് അല്പം പ്രയാസമുണ്ടാക്കും എന്ന് തീർച്ചയാണ്.